സർവശക്തനായ ദൈവത്തിന് സ്തോത്രം. സർവകൃപാലുവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ ദൈവം കൃപ ചെയ്തതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അല്പം വൈകിയതിൽ ക്ഷമാപണം. കർത്താവെന്ന് വെച്ചാൽ നാളെ വൈകത്തില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. നാളെ സമയത്ത് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ. ഇടയ്ക്ക് ചില ദിവസങ്ങൾ മറ്റു ദേവദാസന്മാരായിരിക്കും. ഞങ്ങളെ യാത്രയിലായതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവും സഭയുടെ എടുക്കപ്പെടലും ഭൂമിയിൽ നടക്കാനിരിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ഭരണവും എന്ന വിഷയങ്ങളാണല്ലോ. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ സംഭവിക്കുന്ന മഹാപീഡനം, മഹോപദ്രവം. അപ്പൊ ദൈവസഭയ്ക്കാണോ മഹോപദ്രവം? ദൈവസഭ മഹോപദ്രവത്തിലൂടെയാണോ കടന്നു പോകുന്നത്? അതോ മഹാപീഡനത്തിന്റെ മധ്യത്തിലാണോ സഭ എടുക്കപ്പെടുന്നത്? എന്നൊക്കെയുള്ള സംശയങ്ങൾ ധാരാളം ആൾക്കാർക്ക് ഉണ്ട്. പല പഠിപ്പീരുകളുണ്ട്. നമ്മൾ അതുകൊണ്ട് ദൈവവചനം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വചനത്തെ വചനം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച് അതിനുത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. സ്തോത്രം. അതിൽ നമ്മൾ കണ്ടു മഹാപീഡനം. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് മഹാപീഡനം എന്നാൽ എന്ത് എന്നുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് അത്യാവശ്യമായ ചില സംഗതികൾ നമ്മൾ പഠിച്ചല്ലോ. സ്തോത്രം. മഹാപീഡനം എന്ത് എന്നുള്ള വിഷയത്തിൽ. അതുപോലെ ദൈവസഭയുമായി അതിനുള്ള ബന്ധമെന്ത് എന്ന് നമ്മൾ കണ്ടു. ഇസ്രായേലും സഭയും ഒന്നാണോ എന്ന് നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം വരെ പഠിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശനിയാഴ്ച വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ല എന്ന് കരുതട്ടെ. നമ്മൾ ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച ചിന്തിച്ചത്, നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സഭയ്ക്ക് പങ്കില്ല. സെഖര്യാവ് 12:10. സ്തോത്രം. അപ്പോൾ മഹോപദ്രവം എന്താണെന്നുള്ള ഒരു നിർവചനത്തിലൂടെയാണ് നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം പോയത്. അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം അതായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവിടങ്ങളിലൊന്നും മഹാപീഡനം സഭയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളത് ആണ് എന്നതോ ആയ സൂചനകളൊന്നും നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നത്. സംശയങ്ങൾ ഒരു വിമർശന ബുദ്ധിയോട് തന്നെ ചോദിക്കുവാനും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. അതിൽ പ്രയാസങ്ങൾ ഒന്നും ഇല്ല. ഉത്തരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ചോദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. കുഴപ്പമില്ല. ഇപ്പം ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ടാകണമെന്നോ ഉത്തരം തരാൻ എനിക്ക് സാധിക്കണമെന്നോ ഒരിക്കലും ഇല്ല.
അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അതിന് ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ പറയുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആശയങ്ങളും അതിൽ വെളിപ്പെടുത്താവുന്നതാണ്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ നോക്കിയത് മഹോപദ്രവത്തെ കുറിച്ചുള്ള ഒരു നിർവചനമായിരുന്നു. സ്തോത്രം. 70-ാം ആഴ്ചവട്ടം, ഇതിനെല്ലാം പറയുന്ന പേര് 70-ാം ആഴ്ചവട്ടം, യാക്കോബിന്റെ കഷ്ടകാലം, അതുപോലെ മഹാപീഡനം, മഹോപദ്രവം, അന്ത്യകാല മാനുഷിക ഭരണകൂടം, എതിർക്രിസ്തുവിന്റെ ഭരണം എന്നൊക്കെ വിവിധ പേരുകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന്, ഈ മഹാപീഡനത്തിന്റെ കാലഘട്ടത്തിന് കൊടുക്കുവാൻ സാധിക്കും. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മഹാപീഡനത്തിന്റെ ഒരു നിർവചനമായിരുന്നു. നിർവചനത്തിൽ നിന്ന് തന്നെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നല്ലോ. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ സംശയങ്ങളില്ല എങ്കിൽ മുൻപോട്ട് പോകാം. ഇനി നാം നോക്കുന്നത് കണ്ടു കഴിഞ്ഞതാണെങ്കിലും എടുത്തൊന്നും കൂടെ പറയുന്നു. മഹാപീഡനം ആർക്ക്? ഈ മഹോപദ്രവം ആർക്ക്? നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കണ്ടു, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. നിന്റെ ജനമെന്ന് ദാനിയേലിനോട് പറയുന്നത് ദാനിയേലിന്റെ ജനം, അതായത് ഇസ്രായേൽ. 2 യെരൂശലേം നഗരത്തിന്, യെരൂശലേമിന്. നമ്മുടെ കർത്താവ് ഏറ്റവും വിജയശ്രീലാളിതനായി യെരൂശലേമിലേക്ക് പ്രവേശിച്ച പ്രവേശനം നമുക്കറിയാം. രാജകീയ പ്രൗഢിയോടെ സിയോന്റെ രാജാവായി ചെറുകഴുതക്കുട്ടിപ്പുറത്ത് വഴികളിൽ വിരിച്ച വസ്ത്രങ്ങളിലൂടെയും മരച്ചില്ലകളിലൂടെയും കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ആർപ്പിന്റെ ഇടയിലൂടെ യെരൂശലേമിലേക്ക് പ്രവേശിച്ച പ്രവേശനം, അതിനെ ദ ട്രയംഫൽ എൻട്രി ഓഫ് ജീസസ് ഇൻടു ദ സിറ്റി ഓഫ് ജെറൂസലേം എന്നാണ് അറിയുന്നത്. യെരൂശലേം നഗരത്തിലേക്കുള്ള യേശുക്രിസ്തുവിന്റെ വിജയകരമായ പ്രവേശനം. ആ പ്രവേശനത്തിങ്കൽ എല്ലാവരും ഹോശന്ന പാടുന്ന സമയം, എല്ലാവരും ദാവീദ് പുത്രന് ഹോശന്ന പാടുന്ന സമയം, ഒരുപക്ഷെ അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ ആ കഴുതയ്ക്ക് പോലും സന്തോഷം തോന്നിയ സമയം, കല്ലുകൾ പോലും ആർത്ത് ഘോഷിക്കുവാൻ തയ്യാറായി നിന്ന സമയം, യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ യെരൂശലേമിലേക്ക് പ്രവേശിച്ച ഉടനെ യേശു കരഞ്ഞു. യേശു കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? കൂടെന്ന് പറയാമോ? The destruction of Jerusalem in future. യെരൂശലേമിന്റെ മേൽ വരുവാൻ പോകുന്ന നാശത്തെ ഓർത്ത് യേശു കരഞ്ഞു. That was a very joyous occasion. Except the enemies of Jesus, everyone else was so excited to see the triumphal entry of Jesus as the King of Zion. But Christ wept. He cried because of the destruction that was supposed to be upon the city. ദൈവത്തിന്റെ
വിശുദ്ധ നഗരമായ യെരൂശലേമിൽ സംഭവിപ്പാനിരിക്കുന്ന നാശത്തെ ഓർത്ത്, ദേവാലയമുള്ള പട്ടണത്തിന് വരുന്ന വിപത്തിനെ ഓർത്ത്, അഹരോന്യ കുടുംബത്തിൽപ്പെട്ട മഹാപുരോഹിതന്മാരും ലേവ്യരായ പുരോഹിതരുമുള്ള നഗരത്തെ ഓർത്ത്, അതിൻ്റെ നാശത്തെ മുൻകണ്ടുകൊണ്ട് യേശു കരഞ്ഞു. കരഞ്ഞു പറഞ്ഞ വാചകവും നമുക്കറിയാം. യെരൂശലേമേ, യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ അണയ്ക്കുന്നത് പോലെ, ചേർക്കുന്നത് പോലെ, നിന്നെ എൻ്റെ ചിറകടിയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് നടത്തുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എന്നാൽ നിനക്കോ മനസ്സായില്ല. കാരണം എന്താ? യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ പ്രശ്നം എന്താ? യേശു കർത്താവ് പറയുന്നുണ്ട് അവിടെ, പ്രവാചകന്മാരെ കൊന്ന നഗരം, അനേകം വിശുദ്ധന്മാരുടെ രക്തമൊഴുക്കിയ നഗരം. സ്തോത്രം. അനേകം പ്രവാചകന്മാരെ കൊന്നതുകൂടാതെ പ്രവാചകന്മാരിൽ പ്രവാചകനായിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ രക്തവും ഒഴുകിയത് അവിടെയാണ്. അപ്പോൾ യെരൂശലേമിന് ഈ വിപത്ത് സംഭവിക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് ഈ മഹാപീഡനം ആർക്ക് എന്ന് ചോദിച്ചാൽ, ഒന്ന് ദാനിയേലിന്റെ ജനമായ ഇസ്രായേലിന്, രണ്ട് അനേകം പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം ചീന്തപ്പെട്ട യെരൂശലേം നഗരത്തിന്. സ്തോത്രം. അതിന്റെ ഭാഗികമായ നിവൃത്തി കഴിഞ്ഞു, ഭാഗികമായ പൂർത്തീകരണം നടന്നു കഴിഞ്ഞു. AD 70 യേശുവിന്റെ ക്രൂശ് മരണത്തിന് ഏതാണ്ട് 30-ൽ പരം വർഷങ്ങൾക്ക് ശേഷം യെരൂശലേം പട്ടണത്തെ റോമാക്കാർ പിടിച്ചു. യെരൂശലേം ദേവാലയത്തെ നശിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് AD 130 ഇസ്രായേലിന് പ്രാണരക്ഷാർത്ഥം ഭൂമിയുടെ 4 ദിക്കിലേക്ക് ചിതറിയോടേണ്ടതായിട്ട് വന്നു. യേശു പറഞ്ഞ ആ പ്രവചനത്തിന്റെ ഭാഗിക നിവൃത്തി AD 70 തന്നെ ആരംഭിച്ചു. എന്നാൽ അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇപ്പോഴത്തെ കാര്യവും നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും യെരൂശലേമിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. നീറി പുകഞ്ഞ് നിൽക്കുകയാണ്. യെരൂശലേമിന് ഇതുവരെയും സ്വസ്ഥത ലഭിച്ചിട്ടില്ല. അതിന് പൂർണ്ണമായ സ്വസ്ഥത ലഭിക്കേണ്ടതിന് ഇനിയും ചില വർഷങ്ങൾ കൂടെയുണ്ട്. ഇന്ന് കർത്താവ് വന്നാലും വീണ്ടും ഒരു 7 വർഷം. നമ്മളത് വെളിപ്പാട് 11-ാം അധ്യായത്തിലും കണ്ടു. യെരൂശലേമിന്റെ ചില ഭാഗങ്ങൾ അളക്കാതെ വിട്ടേക്കാൻ പറഞ്ഞതും അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നെന്നും ഇനിയും ഒരു 42 മാസം കൂടെ ജാതികൾ അതിനെ ചവിട്ടുമെന്നും ഉള്ള ദൈവവചനം നാം വെളിപ്പാട് 11-ൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചല്ലോ. അപ്പോൾ ഇസ്രായേലിനും യെരൂശലേമിനും, പിന്നെ നാം യിരെമ്യാ 30-ാം അധ്യായത്തിൽ നിന്ന് കണ്ടു ജാതികൾക്കും. ഇത് ജാതികൾക്ക് പ്രതികാരം നടത്തുന്ന ദിവസമാണെന്നും നമ്മൾ കണ്ടു. അങ്ങനെ ഈ 3 മേഖലകളെയാണ് പ്രധാനമായും
മഹാപീഡനം ബാധിക്കുന്നത്. നാലാമതൊരു മേഖലയുള്ളത് മഹാപീഡനം ബാധിക്കുന്ന അല്ലെങ്കിൽ ബാധകമാകുന്ന നാലാമത്തെ ഒരു മേഖലയാണ് എതിർക്രിസ്തുവിന്റെ ഭരണകൂടം. The government of the Antichrist. സകല സാത്താന്യ ധൂർത്തുകളുടെയും സകല മാനുഷിക രാഷ്ട്രീയ വിഷകൽപ്പിത അവസ്ഥകളുടെയും മൂർത്തിമത് ഭാവമായ എതിർക്രിസ്തുവിന്റെ ഭരണകൂടത്തിന്മേലും ഈ മഹാപീഡനം ബാധിക്കും. അങ്ങനെ മഹാപീഡനം കൊണ്ട് അല്ലെങ്കിൽ ബാധകമാകുന്ന ഏതാണ്ട് 4 മണ്ഡലങ്ങളാണ് യെരൂശലേം എന്ന സ്ഥലം, നഗരം. 2 ഇസ്രായേൽ എന്ന ജനത. 3 യഹൂദേതരരായ ജാതികൾ. 4 എതിർക്രിസ്തുവും അവന്റെ ഭരണകൂടവും. എതിർക്രിസ്തുവും അവന്റെ ഭരണകൂടവും ഈ പ്രത്യേക ശിക്ഷാകാലയളവിൽ അകപ്പെടുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അവൻ എതിർക്രിസ്തു അവന്റെ ഭരണകൂടം 2 പ്രധാന കാര്യങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. ഒന്ന്, ഏറ്റവും ഒടുവിലത്തെ മാനുഷിക ഭരണകൂടം. ഇതുവരെ ഭൂമിയിൽ നിലനിന്ന മുഴുവൻ രാഷ്ട്രീയ ശക്തികളുടെയും ഉച്ചകോടിയാണ് ഈ എതിർക്രിസ്തു അവന്റെ ഭരണകൂടവും. The political climax of all times. The government of the Antichrist is the political climax of all times. And second, he will be a representative, a physical representative of Satan. ഈ 2 സംഗതികൾ കൊണ്ടാണ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്മേലും അവന്റെ ഭരണകൂടത്തിന്മേലും ഈ മഹാപീഡനം ഏറെ വിപത്തുകൾ അയക്കുന്നത്. സകല രാഷ്ട്രീയ ചരിത്രങ്ങളും പൂർണ്ണമാകുന്നത്, നിറവേറ്റപ്പെടുന്നത്, അതിന്റെ മൂർത്തിമത് ഭാവമായി തീരുന്നത് എതിർക്രിസ്തുവിലാണ്. സകല മാനുഷ്യ ഭരണകൂടങ്ങളുടെയും അവസാനം അവനാണ്. 2, സാത്താന്റെ അവതാരമെന്ന് വേണമെങ്കിൽ വിളിക്കാം എതിർക്രിസ്തുവിനെ. സാത്താൻ എന്ന അദൃശ്യ വ്യക്തി ദൃശ്യരൂപത്തിൽ പ്രവർത്തിപ്പാൻ വേണ്ടി തെരഞ്ഞെടുത്ത് ആക്കുന്ന വ്യക്തിയും സംവിധാനവുമാണ് എതിർക്രിസ്തുവിൻ്റെത്. നാം അതേക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കണ്ടു. മഹാസർപ്പമായ പിശാച് അവന്റെ പുത്രനെന്ന് സാത്താന്യ തൃത്വത്തിൽ വിളിക്കപ്പെടാവുന്ന എതിർക്രിസ്തുവിനെ, അഥവാ അവിടുത്തെ ഭാഷ മൃഗത്തിന് 3 കാര്യങ്ങൾ കൈമാറുന്നു. അവന്റെ എന്തൊക്കെയാ? ശക്തി, സിംഹാസനം. 2 ആയുള്ളൂ, ഒന്നും കൂടെ ഉണ്ട്. അധികാരം. അവന്റെ വലിയ
അധികാരവും ശക്തിയും സിംഹാസനവും എതിർ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. Because of the defeat in the aerial battle with the archangel and his group, the devil is limited to the space and time. He is limited only for a 42 months. He is limited only within the sphere of this earth. Because of that fury, he just wants to inflict pain on people, and therefore the invisible spirit being Satan chooses this Antichrist as the instrument. He invades within. ഇന്ന് ദൈവത്തിന്റെ അടുക്കൽ വരെ പോകാൻ ലൈസൻസ് ഉള്ള സാത്താനെ വെളിപ്പാട് 12-ാം അധ്യായത്തിലെ മീഖായേലും ദൂതന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ, ആകാശയുദ്ധത്തിൽ പരാജയപ്പെടുന്ന പിശാചിനെ ഭൂമിയിൽ മാത്രമായും 42 മാസത്തേക്ക് മാത്രമായും പരിമിതപ്പെടുത്തും. ആ ദേഷ്യത്തിൽ അവൻ ആത്മരൂപിയായതുകൊണ്ട്, അശരീരിയായതുകൊണ്ട് അവനൊരു ശരീരം വേണം. അതിന് കിട്ടുന്ന ശരീരമായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെത്. അപ്പോൾ സാത്താന്യ ഭരണത്തിന്റെയും മാനുഷിക ഭരണത്തിന്റെയും രണ്ടിന്റെയും കൂടെ കൂടിക്കലർന്നുള്ള ഉച്ചകോടിയാണ്, പരിസമാപ്തിയാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടം. അതുകൊണ്ട് മഹാപീഡന സമയത്ത് ദൈവം ഈ അന്തിമ മാനുഷിക ഭരണകൂടമായ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെയും ആ സർക്കാരിനെയും ഉപദ്രവിക്കുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 4 മേഖലകളാണ് മഹാപീഡനത്താൽ ബാധിതമാകുന്നത്. അതല്ലാതെ ദൈവസഭ ഈ മഹാപീഡനത്തിൽ ദൈവത്തിന്റെ ക്രോധത്തിൽ പങ്കാളികൾ അല്ല. അപ്പോൾ മഹാപീഡനം ആരെ ബാധിക്കുന്നു, ആർക്ക് ബാധകം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണെങ്കിലും ഒന്നും കൂടെ അന്ന് ചിട്ടപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വിശദീകരണം? ഒന്നും വേണ്ട. ശരി. ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആള് ആരാന്നറിയാമോ, അതോ വെളിപ്പെടാനിരിക്കുന്നേ ഉള്ളൂ? ഒരു മനുഷ്യനാണ്. ഒരു കള്ള യഹൂദനാകാം, അല്ലെങ്കിൽ ഒരു കള്ള യഹൂദനാകാം. അവൻ ഒരു സിറിയക്കാരനാകാനാണ് സാധ്യത. നാല് ലോക സാമ്രാജ്യങ്ങളുടെയും ചേരുവ അവനിലുണ്ടായിരിക്കും. അതാണ് നാം 13-ാം അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട്, ഞാൻ ഒരു മൃഗത്തെ കണ്ടു. യോഹന്നാൻ പറയുകയാണ്, മഹാസമുദ്രത്തിൽ നിന്ന്. 13-ന്റെ 1 വായിച്ചോളൂ.
അപ്പോൾ 10 കൊമ്പും വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദുഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. ഇങ്ങനൊരു മൃഗം സമുദ്രത്തിലൊന്നും ഇല്ലല്ലോ. ഇവിടെ പറയുന്ന സമുദ്രം നമുക്കറിയാം. എന്താ അതിന്റെ അർത്ഥം? ഇവിടുത്തെ സമുദ്രത്തിന്റെ അർത്ഥം എന്താ? ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്. ദാനിയേൽ 7-ാം അധ്യായം 1-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത് ദാനിയേൽ 7:1 7:1. ബാബേൽ രാജാവായ ബെൽസസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞ എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. കണ്ടോ? സമുദ്രത്തിൽ നിന്ന് 4 മഹാമൃഗങ്ങൾ കരയേറി വന്നു. ഇവിടെയും സമുദ്രമുണ്ട്. വെളിപ്പാട് 13-ലെ മൃഗവും വരുന്നത് സമുദ്രത്തിൽ നിന്ന്. ഇവിടെ പറയുന്ന സമുദ്രം. ഇനി നോക്കാം ദാനിയേൽ 17-ന്റെ ആദ്യത്തെ വാക്യം. ദാനിയേൽ 12 അധ്യായമുള്ളല്ലോ പാസ്റ്റർ. സോറി, വെളിപ്പാട് 17 സോറി, 17-ന്റെ 1. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യ. അപ്പോൾ കണ്ടോ, ദാനിയേൽ 7-ലും വെളിപ്പാട് 13-ലും സമുദ്രമെന്നും വെളിപ്പാട് 17-ൽ പെരുവെള്ളമെന്നും പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 2 സമുദ്രത്തിൽ നിന്ന് ദാനിയേൽ കാണുന്നു 4 മഹാമൃഗങ്ങൾ കയറി വരുന്നു. അത് നമുക്കറിയാം, 4 ലോക സാമ്രാജ്യങ്ങൾ: ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോം. ഇങ്ങനെ 4 സാമ്രാജ്യങ്ങൾ. വെളിപ്പാട് 13-ൽ നാം കാണുന്നു ഈ 4 സാമ്രാജ്യങ്ങളുടെയും ചേരുവയായ ഒരു മൃഗം അഥവാ എതിർ ക്രിസ്തു. വെളിപ്പാട് 13-ൽ നാം ഈ മൃഗത്തെ കുറിച്ച് കാണുന്നത്, കാഴ്ചയ്ക്ക് അവൻ പുള്ളിപ്പുലി പോലെ, കാലുകൾ കരടിയുടേത്, തല സിംഹത്തിൻ്റെത് അല്ലെ മുഖം, കൊമ്പുകൾ 4-ാമത്തെ മൃഗത്തിനുള്ളത് പോലെ, 4-ാമത്തെ മൃഗത്തിനുള്ളത് പോലെ. ഇങ്ങനെ 4 മൃഗങ്ങളുടെ കൂടിച്ചേരുവ. അതിനെ കണ്ടാൽ എന്തിനെ പോലെ? പുള്ളിപ്പുലി. പുള്ളിപ്പുലി എന്തിനെ കുറിക്കുന്നു? ഏത് രാജ്യത്തിൻ്റെതാണ്? ദാനിയേൽ 7-ാം അധ്യായം അനുസരിച്ച് പുള്ളിപ്പുലി ഗ്രീസിന്റെ പ്രതീകമാണ്. കാലുകൾ കണ്ടാൽ കരടിയെ പോലെ. ദാനിയേൽ 7-ാം അധ്യായത്തിൽ വായിക്കുന്നു, കരടി മേദ്യ പേർഷ്യയെ കാണിക്കുന്നു. മുഖം സിംഹത്തിൻ്റെത് അല്ലെ, തല. സിംഹം ബാബിലോണിന്റെ പ്രതീകമാണ്. കൊമ്പുകൾ ഇരുമ്പ് കൊണ്ടുള്ളത്. കൊമ്പുകൾ 4-ാമത്തെ മൃഗമായ
റോമിനെ കാണിക്കുന്നു. ഇങ്ങനെ 4 ലോക സാമ്രാജ്യങ്ങളുടെ ചേരുവകൾ ചേർന്നുള്ള ഒരു വ്യക്തിയാണ് എതിർ ക്രിസ്തു എന്ന് വെളിപ്പാട് 13 പറയുന്നു. ഇത് രണ്ടും വരുന്നത് സമുദ്രത്തിൽ നിന്നാണ്. വെളിപ്പാട് 17 നമ്മൾ വായിച്ചു, പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ഒരു മഹാവേശ്യ. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം കാണുന്ന സമുദ്രവും പെരുവെള്ളവും എന്തിനെ കാണിക്കുന്നു? വെളിപ്പാട് തന്നെ 17-ന്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അപ്പോൾ ഇവിടുത്തെ സമുദ്രം എന്നതുകൊണ്ടും വെള്ളം എന്നതുകൊണ്ടും ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകം, മനുഷ്യ സമൂഹം. മനുഷ്യ സമൂഹം. അപ്പോൾ ഇവൻ വരുന്നത് എവിടുന്നാ? ഈ മനുഷ്യ സമൂഹത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ഒരു മനുഷ്യനാണ്. ഒരു മനുഷ്യനാണ്. അവൻ മനുഷ്യനായിരിക്കും. ഈ 4 ലോക സാമ്രാജ്യങ്ങളുടെയും ചേരുവകൾ കാണും. എന്ന് പറഞ്ഞാൽ അവനെ കണ്ടാൽ പുള്ളിപ്പുലി പോലെ, അതായത് അവന്റെ ഉത്ഭവമോ അവന്റെ പൗരത്വമോ ഒരു യൂറോപ്യൻ രാജ്യത്ത് നിന്നായിരിക്കും. അവന്റെ പ്രവർത്തന ശൈലി, നടപ്പ് കരടിയുടേതുപോലെ, മേദ്യപെർഷ്യയെ പോലെ. അവന്റെ മുഖവും തലയും ബാബിലോണിനോട് തുല്യം. അവന്റെ ഭരണരീതി, അതാണ് കൊമ്പ് അവന്റെ ഭരണത്തെ കാണിക്കുന്നത്, അത് റോമിനോട് ഒപ്പം. Yeah, the lion of Babylon symbolically represented the king of Babylon. The depiction is based on the Mesopotamian lion, which used to roam in the region. Okay. അപ്പോൾ ഈ 4 സാമ്രാജ്യങ്ങളുടെ ചേരുവകൾ. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ സാമ്രാജ്യമായ റോമിന്റെ പിന്തുടർച്ചയായിട്ടായിരിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത് റിസറക്റ്റഡ് റോം എന്ന്. റിസറക്റ്റഡ് റോം. അതുകൊണ്ട് അവനൊരു പൂർണ്ണ മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ, വളരെ ബുദ്ധിമാനായ മനുഷ്യൻ. എന്നാൽ അവൻ ഒരു യഹൂദനല്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ യഹൂദനാണെന്ന് തന്നെ തെളിയിച്ചു കൊടുത്തില്ലെങ്കിൽ യഹൂദന്മാർ അവനെ മശിഹയായിട്ട് സ്വീകരിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവൻ വർഗം കൊണ്ട്, റേസ് കൊണ്ട്, റേഷ്യലി യഹൂദനാണെന്ന് വരുത്തി തീർക്കും. അധികം വേദപഠിതാക്കളും ചിന്തിക്കുന്നത് അവൻ ഒന്നുകിൽ ദാൻ ഗോത്രക്കാരനായിരിക്കും, അല്ലെങ്കിൽ ദാൻ ഗോത്രത്തിന്റെ പിന്തുണയുള്ളയാളായിരിക്കുമെന്ന്. അങ്ങനെ ചിന്തിക്കാൻ കാരണം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ, 8 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിയ ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിടപ്പെടുന്ന 1,44,000 പേരെ കാണാം. ആ കൂട്ടത്തിൽ ഒരു ഗോത്രം ഇല്ല, ദാൻ ഗോത്രം. ദാൻ ഇല്ല.
അപ്പോൾ ദാൻ ഗോത്രം അവിടെ എണ്ണപ്പെടാതിരിക്കാൻ കാരണം എതിർ ക്രിസ്തു ആ ഗോത്രത്തിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആ ഗോത്രത്തിന്റെ പിന്തുണയോടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന ഒരു വാദമാണ് വേദപണ്ഡിതാക്കൾക്കിടയിലുള്ളത്. അതും നമ്മൾ ഉപദേശമാക്കുന്നില്ല, പക്ഷെ അവിടെ നമ്മൾ കാണുന്നില്ല. കൂടാതെ യാക്കോബ തന്റെ മരണസമയത്ത് ദാനെക്കുറിച്ച് പ്രവചിച്ച പ്രവചനവും അതിനോട് ഒക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ എഫ്രൈം ഉണ്ടോ പാസ്റ്റർ? അതിനകത്ത് എഫ്രൈം ഉണ്ട്. എഫ്രൈമാണ് യോസേഫ് എന്ന് കൊടുത്തിരിക്കുന്നത്, അല്ലേ? ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാവുന്നു. അവൻ കുതിരയുടെ കുതികാൽ വാക്യം കൂടെ പറഞ്ഞു, വാക്യം കൂടെ പറഞ്ഞു. 49:17. Genesis 49:17. വായിച്ചോ സിസ്റ്റർ. ദാൻ വഴിയിലൊരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. സ്തോത്രം. അപ്പൊ ഈ ഒരു പ്രവചനവുമായിട്ട് ദാനിന്റെ പ്രവർത്തനങ്ങൾ ഒക്കുന്നതായി തോന്നുന്നു. അതുകൊണ്ടും കൂടെയാണ് എതിർ ക്രിസ്തു ഒരു ദാൻ ഗോത്രക്കാരനോ ഒരു കള്ള യഹൂദൻ ദാൻ ഗോത്രത്തിന്റെ പിന്തുണയോടെ വരുന്നവനോ എന്ന് പറയുന്നത്. അവിടെ എഫ്രൈം ഉണ്ടല്ലോ, യോസെഫിനെ കണ്ടില്ലേ? യോസെഫാണ് എഫ്രൈം. മറ്റു ഭാഗങ്ങളിൽ എഫ്രൈം എന്ന് കൊടുത്തിരിക്കുന്നത് യോസെഫിനെ കുറിച്ചാണ്. ഇവിടെ എഫ്രൈമിന് പകരമാണ് യോസെഫ്. അപ്പോൾ ഈ ഒരു ഗോത്രം അവിടെ ഇല്ലാതിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഇവനൊരു പൂർണ്ണ മനുഷ്യനായിരിക്കും. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് ഒന്നും കൂടെ വരാം. അത്രയും പറഞ്ഞ ഭാഗം അങ്ങ് വിടുന്നു. യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ? ഇപ്പോഴുണ്ടോ? എല്ലാം അറിയാമോ? ഇപ്പോഴുണ്ടോ എന്നുള്ളതൊരു പിടുത്തമില്ല. കർത്താവ് വരുന്ന സമയത്ത് ഏതായാലും അവൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയായിട്ട് അന്ന് ലോകത്തിലുള്ളയാളായിരിക്കും. ഏതായാലും അവൻ എതിർ ക്രിസ്തുവായി തന്നെ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ ജനിക്കുകയും അവന്റെ പ്രായമൊന്നും അറിയില്ല, പക്ഷെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും പ്രായപൂർത്തിയായ ഒരു ആളായി മാറുകയും ചെയ്തിരിക്കും. അതുകൊണ്ട് അവന്റെ വെളിപ്പാടിന് മുമ്പ് തന്നെ, അവനായി വെളിപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ അവന്റെ ജനനവും വളർച്ചയും വിദ്യാഭ്യാസവും ഒക്കെ നടന്നിരിക്കണം. കർത്താവ് ഈ അടുത്ത ദിവസങ്ങളാണ് വരുന്നെങ്കിൽ എതിർ ക്രിസ്തു ഇപ്പോൾ തന്നെ ഭൂമിയിൽ ലോകത്തിലുണ്ട് എന്ന് ഉള്ളത് സത്യമാണ്. പൊതുവെ ഒരു പറച്ചിലുണ്ട്, പോപ്പാകാൻ സാധ്യതയുണ്ടെന്ന്. പോപ്പ് ഒത്തിരി പ്രായമായി പോയി. പോപ്പ് പുതിയ പോപ്പ് വരുമല്ലോ, പക്ഷെ പോപ്പാണെന്ന് നമുക്ക് തെളിയിക്കാൻ ഒത്തിരി മഹദിയാം ബാബിലോൺ എന്ന നമ്മുടെ ഉണ്ണുണ്ണ സാറിന്റെ പുസ്തകം തൊട്ടിങ്ങോട്ട് ഒത്തിരി പുസ്തകങ്ങളൊക്കെ അതിനെ അനുകൂലിച്ച് എഴുതുകയും ഇന്നും പലരും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ അതിനോട് വളരെ യോജിക്കാൻ പറ്റുന്ന സൂചനകളുമൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും ഇന്നയാളാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതെല്ലാം അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ 17-ാം അധ്യായത്തിലെ വേശ്യ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന അത് കത്തോലിക്ക സഭയാണെന്നും ഒക്കെയുള്ള നിലയിലാണ് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തുന്നത്. ഇന്നയാളാണെന്ന് ഏതായാലും നമുക്ക് പറയാൻ പറ്റില്ല. ശരി, എങ്കിൽ ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇപ്പോൾ നമ്മൾ നോക്കി, മഹോപദ്രവം ആർക്കൊക്കെ ബാധകമാണ്, അതിനകത്ത് സഭയെ നമ്മൾ കാണുന്നില്ല.
സഭയ്ക്ക് മഹാപീഡന ബാധകമാണെന്ന് പറയുന്ന ഒരു വാക്യവും തിരുവെഴുത്തിലില്ല. കാരണം ദൈവസഭ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. ബാലശിക്ഷകൾ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവസഭ മോചിതരാണ്. ദൈവത്തിന്റെ ക്രോധത്തിന് നാം പാത്രങ്ങളല്ല. കോപപാത്രങ്ങളായിരുന്ന നമ്മെ അവൻ കരുണാപാത്രങ്ങളാക്കി എന്നാണ് റോമർ 9 അവസാന വാക്യങ്ങളിൽ 22, 23 വാക്യങ്ങളിലൊക്കെ നാം കാണുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് മഹോപദ്രവത്തിന്റെ കാരണങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു വിട്ടതാണെങ്കിലും ഒന്ന് ക്രോഡീകരിച്ചു പറയുന്നതേ ഉള്ളൂ. The reasons for this tribulation. Reasons. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപം. യഹൂദന്റെ പാപവും ജാതികളുടെ പാപവും. പാപമാണ് മഹാപീഡനത്തിന്റെ കാരണം. പ്രത്യേകിച്ച് ആരുടെ പാപം? ഇസ്രായേലിന്റെ പാപം. കാരണം ഇസ്രായേലിന്റെ പാപമാണ്. ഇസ്രായേലിന്റെ പാപം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലല്ലോ. സ്തോത്രം. ഇന്നും നമ്മുടെ ഷീല സിസ്റ്റർ മനഃപ്പാഠമായി ചൊല്ലിയ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. യേശുക്രിസ്തു അവിടെയും പറയുന്നുണ്ട് ഇസ്രായേലിന് എന്തുകൊണ്ട് ശിക്ഷ കിട്ടുമെന്ന്. എന്നെയും പിതാവിനെയും അറിയായിക കൊണ്ട്. യേശുവിനെ ഉപേക്ഷിക്കൊണ്ട്. അതുകൊണ്ടാണ് 17:3 യേശു പറഞ്ഞത് നിത്യജീവന്റെ നിർവചനം എന്താണ്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ നിത്യജീവനാകും. അപ്പോൾ ഇസ്രായേലിനെ ദൈവം മഹാപീഡയിലൂടെ കടത്തിവിടുവാനുള്ള കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. മശിഹായുടെ തിരസ്കരണമാണ്. യേശുവിനെ അവർ ഉപേക്ഷിച്ചു. യേശുവിനെ ഉപേക്ഷിച്ചതിലൂടെ ആരെയാണ് അവർ തത്വത്തിൽ ഉപേക്ഷിച്ചത്? പിതാവിനെയാണ്. അതുകൊണ്ടാ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത് നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. അപ്പോൾ യേശുവിനെ യഹൂദന്മാർ ഉപേക്ഷിച്ചപ്പോൾ, കൈക്കൊള്ളാതിരുന്നപ്പോൾ അവർ കൈവിട്ടത്, ഉപേക്ഷിച്ചത് യേശുവിനെ മാത്രമല്ല, യേശുവിനെ അയച്ച പിതാവായ ദൈവത്തെയും കൂടെയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ മനഃപ്പാഠം ചൊല്ലിക്കേട്ട യോഹന്നാൻ 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞത് എന്നെയും എന്നെ അയച്ച പിതാവിനെയും അവർ അറിയായിക കൊണ്ട്, അവർ തള്ളിക്കളക കൊണ്ട് അവർക്ക് ശിക്ഷ വന്നു. സ്തോത്രം. എന്നിൽ വസിക്കാത്ത കൊമ്പുകൾ മുന്തിരിവള്ളിയുടെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളയുന്നു, അതിനെ തീയിലിട്ട് ചുട്ടുകളയുന്നു. യഹൂദനുമായിട്ടാണ് ആ താരതമ്യമൊക്കെ ആദ്യഘട്ടത്തിൽ കർത്താവ് നടത്തുന്നത്. അവർ ഉപേക്ഷിക്കപ്പെടാൻ അവിശ്വാസമാണ് കാരണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അപ്പോൾ മഹോപദ്രവത്തിന്റെ കാരണം ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നതാണെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച്
ദൈവത്തിന്റെ മക്കളായി തീർന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവരുടെ ശിക്ഷാവിധി വരുമോ? ഒരിക്കലും ഇല്ല, ഇല്ല. ഒരിക്കലും ഇല്ല, ഇല്ല. യോഹന്നാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇപ്പോൾ ദൈവമക്കളാണ്. മക്കളായത് എങ്ങനെയാണെന്ന്, ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണല്ലോ. ദൈവമക്കളായത് എങ്ങനെയാണ്, ആകുന്നത് എങ്ങനെയാണെന്ന് നാം യോഹന്നാൻ 1:12 വായിക്കുന്നുണ്ട്. യേശുവിനെ കൈക്കൊള്ളുക, യേശുവിനെ വിശ്വസിക്കുക. അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട നമുക്ക് യേശുവിനെ കൈക്കൊള്ളാതെ തള്ളിക്കളഞ്ഞവർക്കുള്ള ശിക്ഷ ഒരിക്കലും ലഭിക്കുകയില്ല. സ്തോത്രം. ലഭിക്കുകയില്ല. രണ്ടാമത്തെ കാരണം, ജാതികൾ യേശുവിനെ അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കാഞ്ഞതാണ്. അത് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല, ഒന്ന് ക്രമത്തിൽ പറഞ്ഞു പോയത് മാത്രമേ. ജാതികൾ യേശുവിൽ വിശ്വസിക്കാഞ്ഞത് കൊണ്ടാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവർക്ക് സത്യത്തെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. സ്തോത്രം. എളുപ്പം ഒന്ന് വായിച്ചു, നമുക്ക് നിർത്താം. 10 മണിയായി. 2 തെസ്സലോനിക്കർ 2:9 മുതൽ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കണ്ടോ ഇവിടെ ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്ക് തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. എന്തിനാ നമ്മെ തിരഞ്ഞെടുത്തത്? വിശ്വാസത്താൽ രക്ഷയ്ക്കായിട്ടാണ് തിരഞ്ഞെടുത്തത്, ശിക്ഷയ്ക്കായിട്ടല്ല. ഈ ശിക്ഷാവിധി ആർക്കാണ്? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ആർക്കാണ്? 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തി എന്ന് പറയുന്നത് എതിർ ക്രിസ്തു, നശിച്ചു പോകുന്നവർക്കാ. പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്കായി. അപ്പോൾ നശിച്ചു പോകുന്നവർക്ക് പിന്നെന്താ പറയുന്നത്? സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. കണ്ടോ, ഇത് രക്ഷിക്കപ്പെടുന്നവർക്കല്ല, ഇത് നശിച്ചു പോകുന്നവർക്കാണ്. സ്തോത്രം. ഇത് നശിച്ചു പോകുന്നവർക്കാണ്. കാരണം പിന്നെ പറയുന്നു, അതിന്റെ കാരണം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. കണ്ടോ, എന്തുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന്റെ വ്യാജമായതെല്ലാം ആ സമയത്ത് വെളിപ്പെടുന്നത്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചുമില്ല, വിശ്വസിച്ചുമില്ല, കൈക്കൊണ്ടില്ല. അപ്പോൾ ഇങ്ങനെ സത്യത്തെ തിരസ്കരിച്ച ഒരു ജനതയ്ക്കാണത്. എന്നാൽ നമ്മെ അതിനോട് ചേർത്ത് പൗലോസ് പറഞ്ഞിരിക്കുന്ന നമ്മളെ കർത്താവ് രക്ഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. രക്ഷയ്ക്കായിട്ട്.
സ്തോത്രം. അപ്പം 12, 13, 14 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു നമ്മെ വിളിച്ചതിന്റെ ലക്ഷ്യം ക്രിസ്താനുരൂപരായി ദൈവത്തിന്റെ തേജസ്. 14 വാക്യം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിക്കപ്പെട്ടത്. ഞങ്ങളെ സുവിശേഷ സ്തോത്രം. 13-ാം വാക്യത്തിൽ പറയുന്നു രക്ഷയ്ക്കായിട്ട്. 14-ാം വാക്യത്തിൽ പറയുന്നു യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിച്ച് സത്യത്തെ വിശ്വസിച്ച് കൈക്കൊണ്ട് രക്ഷയ്ക്കായി വിളിക്കപ്പെട്ട, മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട നമ്മെ ഈ കടുത്ത ശിക്ഷകളിലൂടെ കർത്താവ് സാത്താന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കില്ല. എതിർ ക്രിസ്തുവിന് മേയുവാൻ നമ്മെ ഉപേക്ഷിച്ചു കളകയില്ല. സ്തോത്രം. അപ്പോൾ യഹൂദൻ ദൈവത്തെ വിട്ട് ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് അതിനു മുമ്പ് തന്നെ ദൈവം നൽകിയ ന്യായപ്രമാണങ്ങളെ പുറംകാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് ന്യായപ്രമാണത്തിൽ വിളിച്ചു പറഞ്ഞ മശിഹായെ സ്വീകരിക്കാതെ അവരായതുകൊണ്ട് 2 ജാതികൾക്ക് എന്തുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തിന്റെ വചനത്തെ, സുവിശേഷത്തെ, സാക്ഷാൽ സത്യമായ മശിഹായെ അവര് സ്നേഹിച്ചില്ല, കൈക്കൊണ്ടില്ല. സത്യമായത് അവർ കൈക്കൊള്ളാഞ്ഞതുകൊണ്ട് ഭോഷ്കായത് വിശ്വസിക്കുവാൻ ദൈവം അവരെ ഭോഷ്കിന്റെ വ്യാപാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ മഹാപീഡനത്തിന്റെ കാരണങ്ങൾ കണ്ടു. ലക്ഷ്യവും നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു, ഇസ്രായേലിന്റെ ശുദ്ധീകരണം. എന്നാൽ അതിനവരെ ശിക്ഷിച്ചിട്ടാണ് നീതിയുള്ള ദൈവം രക്ഷിക്കുന്നത്. ആ വിധ കാര്യങ്ങൾ കണ്ടു. ഇവിടെയൊന്നും ദൈവസഭയില്ല. കർത്താവ് നമ്മെ വിളിച്ചത് രക്ഷയ്ക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനുമാണ്. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദാമിന്റെ മഹത്വം പ്രാപിക്കാനല്ല. സ്തോത്രം. പകരം ക്രൂശിൽ പാപത്തിന് പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് പോയ നമ്മുടെ കർത്താവിന്റെ അതേ മഹത്വം പ്രാപിക്കുവാനാണ്. അതുകൊണ്ട് ഈ രാത്രി ആ പ്രത്യാശയോടെ സ്തോത്രം നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ